പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ദേവാലയങ്ങളിൽ പുറത്തുള്ള കൂടി ദേവാലയത്തിലേക്കാണ് നമുക്ക് ആരാധിച്ച് നമുക്ക് അവർക്ക് നിൽക്കാനുള്ള സ്ഥലം ദയവായിട്ട് കേൾക്കുകയുണ്ടായി. പ്രസിദ്ധമായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യർ ബോധിയില്ല. നമ്മൾ പൂർണ്ണത്തെ സ്നേഹിക്കേണ്ട നമ്മുടെ ഓരോരുത്തരും കുടുംബ ജീവിതത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി അത് പ്രാവർത്തികമാക്കാനുള്ള വൃത്തിയൊരുക്കുകയും നമുക്കെല്ലാവർക്കും സർവശക്തമായ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കരകടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ആരാധനയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കുടുംബത്തെ, ഭർത്താവിനെ, ഭാര്യയെ, അതോടൊപ്പം തന്നെ മുതിർന്ന വൃദ്ധരായ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ എല്ലാം സമർപ്പിക്കാം. കുടുംബത്തിലെ തടസ്സങ്ങൾ, അന്ധകാരങ്ങൾ, ബന്ധനങ്ങളെല്ലാം മാറി ശക്തിസ്ഥമായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി ഇവിടെ ജനത്തിന് സാക്ഷി വഹിക്കുവാൻ, അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിക്കുവാനുള്ള വലിയ പ്രാർത്ഥിക്കാം. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ വിവേകാനന്ദ നാളെ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സകലമായ ഭക്തരുടെ പ്രാർത്ഥന സന്തോഷത്തിനായ ദൈവം വിദ്യാർത്ഥി ആദരിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. എല്ലാ ഉദരങ്ങളുടെയും
अधिकार पकड़े
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, നമ്മൾ ഈ സമയം പുറകിലത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മണ്ണ്, കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന ശരണം, ഇതൊക്കെ തന്നെ ആശീർവാദത്തിനായിട്ട് തുറന്നിരിക്കുക. ഇനി ഒരുപക്ഷെ സ്വന്തമായ ഭവനമില്ല, സ്വന്തമായ വസ്തുവില്ല, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ അടുത്തൊരു വർഷമെങ്കിലും അങ്ങേക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുക. അതിനൊരു സാഹചര്യമെങ്കിലും നന്നായി പ്രാർത്ഥിക്കണം. സ്വന്തമായിട്ട് വസ്തുവിനെ മുഴുവനായി സമർപ്പിക്കണം, ഭവനത്തെ സമർപ്പിക്കണം. ആ മണ്ണിനെ നമ്മൾ ആശീർവദിക്കാൻ പോവുകയാണ്. ഈ മണ്ണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ചുറ്റും അത് വിതറി ഇടണം. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണവാനുമായ ദൈവമേ, സർവ്വചരാചരം സൃഷ്ടിച്ച പൊന്നുന്നതിനാൽ ഈ സമയം ഞങ്ങൾക്ക് നൽകിയ എല്ലാം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഭവനം, ആ ഭവനത്തിൽ സ്വസ്ഥവും ശാന്തവും സമാധാനമായ ചിന്തയും ഞങ്ങൾ ഈശോയെ ആ പരിസരം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ സമയം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ മണ്ണിനെ നമുക്ക് ഒരു ലക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരുണവാനായ ദൈവമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ജലം സമർപ്പിക്കാം. ജലം ആദിയിൽ പരിശുദ്ധാത്മാവും ജലത്തിൻ്റെ ആവശ്യിച്ചു എന്ന് പഠിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജലത്താൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മൾ ജലം കൊണ്ട് സ്നാനം. ആ ജലം പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ജലം നമ്മളിപ്പോൾ സമർപ്പിക്കുന്നു. ഈ ജലം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുക. അത് വീട്ടിൽ പോയതിനു ശേഷം വീട്ടിലെ എല്ലാ ഭൂമികളിലും അത് തളിക്കണം. ബാക്കിയുള്ളത് കുപ്പിയിൽ തന്നെ ശേഖരിച്ച് വച്ചിരിക്കണം. കരുണവാനായ ദൈവമേ, ഈ ജലത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഇത് ഞങ്ങളുടെ ഭവനങ്ങളിൽ തളിക്കുമ്പോൾ സകലവിധമായ പൈശാചികമായ ബന്ധനങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ, അപകടങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണവാനായ ദൈവമേ, പരിശുദ്ധാത്മാവ് ജലത്തിനെ ആകർഷിച്ചത് വിശുദ്ധീകരിച്ചതുപോലെ ഈ ജലത്തെ അത് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ആശീർവദിക്കുന്നു. കരുണവാനായ ദൈവമേ, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എണ്ണയെ സമർപ്പിക്കാം. എണ്ണ പഴയ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മോശയോടും അഹ്റോനോടും ഒക്കെ അരുൾ ചെയ്തു, വിശുദ്ധലേപനം ചെയ്യണം. പുരോഹിതന്മാരെ അഭിഷേകിച്ചിരുന്ന വിശുദ്ധലേപനത്തിലൂടെയാണ്. ഓരോ പുരോഹിതനും അഭിഷേകം ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കുർബാന അർപ്പിക്കുവാൻ എണ്ണ ലേപനം ചെയ്തുകൊണ്ടാണ്. വിശുദ്ധമായിട്ടുള്ള ഈ എണ്ണ ലേപനം ചെയ്യുമ്പോഴാണ്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എണ്ണയെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഇത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ എല്ലാ ശുഭത്തിലും പതിപ്പിക്കണം. കുരിശടയാളം പതിപ്പിക്കണം. ജനങ്ങളുടെ വാതിലുകളെല്ലാം പതിപ്പിക്കണം. വീട്ടിനെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സൂക്ഷിക്കുകയാണ്. ഈ എണ്ണയെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. കാലഘട്ടമാണ് ദൈവമേ, ഈ എണ്ണ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ലേപനം നടത്തുവാനാണ് ചെയ്തിട്ടുള്ളൂ. കരുണവാനായ ദൈവമേ, വിശുദ്ധ ലേപനത്തിലൂടെയാണല്ലോ പുരോഹിതന്മാർ അഭിഷേകം ചെയ്തിട്ടുള്ളത്. കരുണവാൻ ഈ എണ്ണ ആശീർവദിക്കണമേ.
ഇത് ഞങ്ങളുടെ ഭവനത്തിന്റെ ഭിത്തികളിൽ വാതിലുകൾ പ്രതിഫലിപ്പിക്കുമ്പോൾ സകലവിധമായ ധിക്കാരവും ആക്രമണത്തിൽ ഞങ്ങൾ വിടുതലുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാമീപ്യവും സകല മാനവന്മാരുടെ സംരക്ഷണവും പ്രാർത്ഥനാചരണത്തെ മാറ്റി മാറ്റണമേ ഞങ്ങൾ ശേഖരമാനമായ അങ്ങയുടെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ഉപ്പ് പറയിട്ട് പോയാൽ എനിക്ക് പ്രയോജനം പുറത്തേക്ക് എടുത്തതാണ്. ഉപ്പിൽ ഉണർത്തിയ ദൈവമേ ഞങ്ങൾ ഈ വാർത്തകൾ കരുതുവാൻ ദൈവമേ ഉപ്പിനെ അങ്ങ് ആശീർവദിക്കണമേ. കരുതുവാനായ ദൈവമേ ഉപ്പ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതം രുചികരമാക്കി അങ്ങ് മാറ്റിയതും ഈ ഉപ്പ് ഞങ്ങളുടെ കിണറുകളിൽ നിക്ഷേപിക്കുമ്പോൾ കർത്താവേ ആ ജലത്തെ അങ്ങ് പരിപൂർണ്ണമായി ശുദ്ധീകരിക്കണമേ. ആ ജലം ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സ്വാതന്ത്ര്യവും തീഷ്ണതയും സ്നേഹവും നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ സന്ദേശം മാനസാന്തരമാർഗമാ ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമാ യേശു ഏക വിമോചകരെന്ന വിശ്വമാകെ ഉദ്ഘോഷിക്കാം. യേശു ഏക വിമോചകരെന്ന വിശ്വമാകെ ഉദ്ഘോഷിക്കാം. ശ്രീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയെ നയിക്കണേ. എല്ലാ ദുരിതം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മെഴുകുതിരി ഒന്ന് കത്തിക്കുക. ഇതുപോലെ ഈ മെഴുകുതിരിയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നിർബന്ധമായി കത്തിക്കണം. ഇത് കത്തിത്തീർന്നാൽ പുതിയത് ചോദിച്ച് നിർബന്ധമായി ഭവനത്തെ പ്രകാശഭൂതമാക്കേണ്ടത് കുടുംബനാഥനും ചേർന്നാണ്. ഒരിക്കലും കുടുംബപ്രാർത്ഥന വെക്കാതെ ഞാനിത് പറഞ്ഞതുപോലെ കുടുംബത്തെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ വിശുദ്ധമായിട്ടുള്ള ആലയമാക്കി മാറ്റാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ ഈ സമയം കത്തിച്ച പ്രകാശമായ പ്രകാശത്തിൽ കഴിഞ്ഞ ഒരു ജനം വലിയൊരു പ്രകാശം കണ്ടതുപോലെ നമ്മളുടെ ഭവനത്തിൽ ഈശോയുടെ എല്ലാ ഭവനങ്ങളും യേശുവിൻ്റെ സ്നേഹത്താൽ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ പൈശാചികമായ ബന്ധത്തിൽ പോകും. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മളെ കയ്യിരിക്കുന്ന വൈദ്യുതി എല്ലാവരും പൊക്കിപ്പിടിച്ച് വീശിക്കൊണ്ട് സുഖം എല്ലാ ശുഭാത്മാക്കളും വിട്ടുപോലെ അന്ധകാരത്തിൽ ചെറുപ്പതിൽ പ്രകാശം കണ്ടതുപോലെ അതിനാത്തിനെ നോക്കി എന്റെ
സുഖം തുറക്കൂ കനിവിന്നുറവേ നടുവിൽ വഴി തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. നമുക്കെല്ലാവർക്കും കാഴ്ചവെച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദമായി നമ്മളെല്ലാവരെയും പരിപൂർണമായിട്ട് എല്ലാ സ്വാതന്ത്ര്യം നിരപ്പമേകിയല്ലോ. അവിടുത്തെ ശരീരത്തിന്റെയും എന്തും പണതുവാനും നിത്യമായി ചിന്തിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശീർവാദം ലഭ്യമാണ്. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുവിന്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുവിന്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ദിവ്യകാരുണ്യമേ എന്നേരവും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും അങ്ങേക്കാരാധന.
നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ.